നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സമിതി അംഗം CK രാജേന്ദ്രൻ. സർക്കാരിന്റെ തെറ്റായ നയത്തിനേറ്റ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് VT ബൽറാം. വഴിയോര കച്ചവട തൊഴിലാളി നിയമം സമഗ്രമായി നടപ്പിലാക്കണമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ. അതിജീവിതർക്ക് ആശ്വാസവുമായി വിശ്വാസ്. ബാങ്കിംഗ് മേഖലകളെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ കറവ പശുക്കളായി ഉപയോഗിക്കുകയാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ. ഭരണാധികാരികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറവ പശുക്കളായി വരുമാന മാർഗങ്ങളായി മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത് ബാങ്കിംഗ് മേഖലയാണ്. ബാങ്കുകളുടെ ലക്ഷ്യവും അവ രൂപം കൊള്ളുമ്പോഴുള്ള കാഴ്ചപ്പാടുകളും എല്ലാം മാറി. ദേശസാൽക്കരണ സന്ദർഭത്തിൽ ഭരണാധികാരികൾ രാജ്യത്തോടും ജനങ്ങളോടും പറഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ഇന്ന് ധനകാര്യ മേഖലയെ തങ്ങളുടെ ദൈനംദിനമായ ചെലവുകൾ നടത്താൻ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതാണ് ഭരണകൂടം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് അധികം ആളുകൾക്ക് വായ്പ കൊടുക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല. സാധാരണക്കാരായ കൃഷിക്കാരും സാധാരണ ജനങ്ങളുമൊക്കെ ആശ്രയിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അതിന്റെ ബ്രാഞ്ചുകളും ശാഖകളും ഒക്കെ ഇറക്കിക്കൊണ്ടുവന്ന് എല്ലാവരെയും സഹായിക്കുക എന്നതാണ് ലക്ഷ്യമായിരുന്നതെങ്കിൽ ഇന്ന് ആ ലക്ഷ്യത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ലയനത്തിലൂടെ നമ്മൾ അതാണ് കണ്ടത്. SPT SBI ലയനമൊക്കെ നടന്ന സന്ദർഭത്തിൽ പ്രാദേശികമായി ഉണ്ടായിരുന്ന നിരവധി ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടി, നിരവധി ശാഖകൾ നിർത്തലാക്കി. പുതിയ നിയമനങ്ങൾ ആ മേഖലയിൽ നടക്കുന്നില്ല. ഉള്ള ജീവനക്കാർ തന്നെ കൂടുതൽ മണിക്കൂർ ജോലി എടുക്കുക എന്നതല്ലാതെ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കേണ്ടതില്ല എന്നാണ് അവർ തീരുമാനിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന്റെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ പ്രവർത്തിച്ചു വന്നതാണ്. എന്നാൽ ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എംപ്ലോയീസ് ഫെഡറേഷൻ ബെഫി ദേശീയ സമ്മേളനം ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജേന്ദ്രൻ. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ബാങ്കുകളെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചു വരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാധാരണക്കാരായവരെയും കൃഷിക്കാരെയും ആശ്രയിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാങ്കിംഗ് മേഖല. നിരവധി കാർഷിക പദ്ധതികളും ബാങ്ക് ശാഖകളും കേന്ദ്ര സർക്കാർ ഇതിനകം നിർത്തിക്കഴിഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് ബാങ്കുകളെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും CK രാജേന്ദ്രൻ പറഞ്ഞു. ആഗസ്റ്റ് 10, 11 തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷൻ 4ാം ദേശീയ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശന ചടങ്ങിൽ ബെഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബാങ്കിംഗ് മേഖല കലുഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അധ്യക്ഷത വഹിച്ച് സംസാരിക്കവേ സജി വർഗീസ് ചൂണ്ടിക്കാട്ടി. ബാങ്കിംഗ് സ്വകാര്യവൽക്കരണം അടക്കമുള്ള ബാങ്കിംഗ് മേഖലകളെ തകർക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായി പോരാടിയ സംഘടന ബെഫിയാണെന്നും സജി വർഗീസ് പറഞ്ഞു. വിവിധ സംഘടനാ നേതാക്കളായ P ശിവദാസ്, NFPE സംസ്ഥാന പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ A രാമദാസ്, ബെഫി ജില്ലാ സെക്രട്ടറി A ശ്രീനിവാസൻ, സ്വാഗത സംഘം ട്രഷറർ എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിസത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത സർക്കാരാണ് കേന്ദ്ര സർക്കാരെന്ന് KPCC പ്രസിഡന്റ് VT ബൽറാം. ഒരു മേഖലയിലെ കൃഷിക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ നെൽകർഷകരുടെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അല്ലേ? ഈ വിള എടുത്തതിന്റെ പേരിൽ ഇപ്പോൾ 4 മാസത്തോളമായി പൈസ കിട്ടിയിട്ട് കൃഷിമന്ത്രി പറയുന്നു ഞങ്ങൾ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ അത്തരത്തിലുള്ള ഒരു പറച്ചിലിന്റെ പേരിൽ കൈ കഴുകാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരവുകൾ, ഇതിന്റെ ലിസ്റ്റ് എത്തിയിട്ടുണ്ടോ? ഇല്ല. കർഷകർക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഏതാണ്ട് 10-40,000-ഓളം കർഷകരാണ് നെൽകർഷകരായി മാത്രം ഈ പാലക്കാട് ജില്ലയിലുള്ളത്. ഇതൊരു സീസണിലുള്ള അനുഭവമല്ല. കഴിഞ്ഞ 4-5 വർഷമായി നമുക്കിതേപോലെ ഈ കളക്ടറേറ്റിന് മുമ്പിൽ കർഷക കോൺഗ്രസിന്റെയും മറ്റു പോഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സമരം ചെയ്യേണ്ടതായിട്ട് വരികയാണ്.
ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ കർഷക ആത്മഹത്യകൾ തടയണമെന്നും കർഷക രക്ഷാ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. സർക്കാരിന്റെ തെറ്റായ നയത്തിനേറ്റ തിരിച്ചടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം. കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ബോണസും പെൻഷനും ഇല്ലാതാക്കിയ സർക്കാർ സംഭരണ വില നൽകാൻ പോലും നടപടി സ്വീകരിക്കുന്നില്ല. കർഷക കോൺഗ്രസ് പ്രസിഡന്റ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി EM ബാബു, G ശിവരാജൻ, വർഗീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഒരു ന്യായമില്ലാത്ത രീതിയിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾ എവിടെണ്ടെങ്കിലും അവിടെ CIT എന്ന് പറയുന്ന പ്രസ്ഥാനം, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ എന്ന പ്രസ്ഥാനം അതിശക്തമായിട്ട് തന്നെ അതിന് നേരിടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. അപ്പൊ അതിന്റെയൊക്കെ മുന്നോടിയായിക്കൊണ്ടാണ് ഇത്തരം ധർണാ സമരങ്ങള് നമ്മുടെ വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാലോ, ഈ മേഖലയിൽ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള യൂണിയൻ ഉണ്ട്. വഴിയോര കച്ചവട തൊഴിലാളി നിയമം സമഗ്രമായി നടപ്പിലാക്കുക, അന്യായമായ ഒഴിപ്പിക്കൽ നടപടികൾ അവസാനിപ്പിക്കുക, സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി V സുരേഷ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. യൂണിയൻ ഡിവിഷണൽ പ്രസിഡന്റ് ഫാറൂഖ് സ്വാഗതവും യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അബ്ബാസ് നന്ദിയും പറഞ്ഞു. അതിജീവിതർക്ക് ആശ്വാസമായി വിശ്വാസ് 12ാം വർഷത്തിലേക്ക്. കുറ്റകൃത്യങ്ങളിലെ ഇരകളുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച വിശ്വാസ് 12ാം വർഷത്തിലേക്ക് കടക്കുന്നു. കുറ്റകൃത്യങ്ങളിലെ ഇരകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനായി തയ്യൽ മിഷനുകൾ, അതിജീവരുടെ മക്കൾക്ക് രാധിക ദേവി വിദ്യാനിധി, നിർഭയ എൻട്രി ഹോമിലെ കുട്ടികളോടൊപ്പം ഓണാഘോഷം, മികച്ച പാരാ ലീഗൽ സന്നദ്ധ പ്രവർത്തകർക്ക് അന്താരാഷ്ട്ര നീതി ദിനത്തിൽ പുരസ്കാരം, നിയമ വിദ്യാർത്ഥികൾക്കായി വേലായുധൻ നമ്പ്യാർ സംവാദ സമത്സരം, ജില്ലയിലെ മികച്ച നിയമ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ മാധവ മേനോൻ പുരസ്കാരം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്രൈം കൗൺസിലിംഗ് പരിപാടി തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. വിശ്വാസ് നിയമവേദി, ഉച്ചയ്ക്ക് ഒരു ഊൺ, വോളണ്ടിയർ ഗ്രൂപ്പ്, കോടതി വളപ്പിലെ ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയും നടത്തുന്നുണ്ട്. വിശ്വാസിന്റെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാനായി വിശ്വാസ് ഇന്ത്യയും എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ ചാപ്റ്ററുകളും രൂപവൽക്കരിച്ചു. വിശ്വാസിന്റെ 11ാം വാർഷികാഘോഷം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. ജില്ലാ കളക്ടറും വിശ്വാസ് പ്രസിഡന്റുമായ ഡോക്ടർ S ചിത്ര അധ്യക്ഷയാവും. ചടങ്ങിൽ മുൻ പോലീസ് സർജനും മെഡിക്കോ ലീഗൽ മേഖലയിൽ സമഗ്ര സംഭാവന ചെയ്ത ആളുമായ ഡോക്ടർ PK ഗുജ്റാളിന് വിശ്വാസിന്റെ ഹോണിറ്ററി അംഗത്വം സമ്മാനിക്കും. വിശ്വാസ് ഇന്ത്യ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് P പ്രേംനാഥ്, വൈസ് പ്രസിഡന്റുമാരായ B ജയരാജൻ, അഡ്വക്കേറ്റ് ദേവി കൃപ, സെക്രട്ടറി അഡ്വക്കേറ്റ് N രാഗി, ഗജാൻജി N ദേവദാസ് എന്നിവർ സംസാരിക്കും. അംഗനവാടി ജീവനക്കാർക്ക് അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജീവനക്കാർ അവകാശ ദിനം ആചരിച്ചു. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K സാറാ ഉമ്മ അധ്യക്ഷയായി. KCDES പദ്ധതിയും അംഗനവാടികളും സംരക്ഷിക്കുക, ജീവനക്കാർക്ക് മിനിമം വേതനവും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അനുവദിക്കുക, ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കുക, സേവനങ്ങളും പ്രവർത്തനങ്ങളും ഏകീകരിക്കുക, സ്വകാര്യ നീക്കം ഉപേക്ഷിക്കുക, ബഡ്ജറ്റ് വീതം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SB രാജു, V സരള, C അംബിക, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം A തങ്കമണി, ജില്ലാ വൈസ് പ്രസിഡന്റ് P ഉഷ, യമുന ദേവി, ഉഷാകുമാരി, K ഓമന, ശോഭന, M രാധ, A ഷരീഫ, KR ഗിരിജ, K ബിന്ദു എന്നിവർ സംസാരിച്ചു. കൊടുവായൂർ GBLP സ്കൂൾ SMC PTA ജനറൽ ബോഡി യോഗം ഗ്രാമപഞ്ചായത്ത് മെമ്പർ PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് S ശിവദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ അബ്ബാസ് ആശംസകൾ അർപ്പിച്ചു. S മുരുകവേൽ, ഷീൻ ചന്ദ്രൻ, S ഗീത എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ലിറ്ററസി മിഷൻ പാലക്കാട് ജില്ലാ റിസോഴ്സ് പേഴ്സണൽ KV ജയൻ ഗുഡ്സ് പേരന്റ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. നാട്ടിൻപുറത്ത് ഒരു തീരദേശ ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയിൽ നിന്നും കിട്ടിയ, അച്ഛനിൽ നിന്നാണ് ഞാൻ അച്ചടക്കവും സത്യസന്ധതയും എനിക്ക് കിട്ടിയത്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്.
നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ബിന്ദു സൊസൈറ്റി പ്രസിഡന്റ്. പാലക്കാട് താലൂക്ക് ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റായി ബിന്ദു കെയെ തെരഞ്ഞെടുത്തു. നിലവിൽ കേരള NGO യൂണിയൻ സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റാണ്. സൈബർ തട്ടിപ്പ് ജോലിക്കായി യുവാക്കളെ വിദേശത്തേക്ക് കടത്തിയ അഭിഭാഷകനായ ഏജന്റ് അറസ്റ്റിൽ. വടവന്നൂർ ഊട്ടറിയിൽ S. ശ്രീജിത്തിനെയാണ് പാലക്കാട് സൈബർ ക്രൈം പോലീസ് കൊല്ലങ്കോട്ട് നിന്നും അറസ്റ്റ് ചെയ്തത്. വിദേശ രാജ്യങ്ങളിലെ മൾട്ടിനാഷണൽ കമ്പനികളിൽ വൻ ശമ്പളം വാഗ്ദാനം ചെയ്ത് വൻതുക കമ്മീഷൻ വാങ്ങിയായിരുന്നു യുവാക്കളെ കടത്തിയത്. ഇവരെ ലവോസ് എന്ന രാജ്യത്ത് ചൈനീസ് പൗരന്മാർ നിയന്ത്രിക്കുന്ന സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ എത്തിച്ചതിനാണ് അറസ്റ്റ്. പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയായ യുവാവിന് ലവോസിലുള്ള മൾട്ടിനാഷണൽ കമ്പനിയിൽ ടെലികോളർ എക്സിക്യൂട്ടീവ് ജോലി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിപ്പിനിരയാക്കി അവരിൽ നിന്ന് പണം കൈക്കലാക്കാൻ ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് വിസമ്മതിച്ച യുവാവിനെ ക്രൂരമായി ഉപദ്രവിക്കുകയും ഭക്ഷണമില്ലാതെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചു. വീണ്ടും ഏജന്റ് മുഖേന പണം നൽകി തിരികെ എത്തിയ യുവാവിന്റെ പരാതിയിലാണ് പാലക്കാട് സൈബർ പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദിന്റെ നിർദ്ദേശത്തിൽ DCRB DYSP KC വിനുവിന്റെ മേൽനോട്ടത്തിൽ സൈബർ പോലീസ് ഇൻസ്പെക്ടർ PD അനൂപ് മോൻ, ASI M. മനീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ H. ഹിരോഷ്, K. ഉല്ലാസ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശരണ്യ, നിയാസ്, പ്രേംകുമാർ എന്നിവരുൾപ്പെട്ട സംഘം കൊല്ലങ്കോട്ടെത്തി അഭിഭാഷകന്റെ ഓഫീസിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ കൂടുതൽ യുവാക്കൾ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ സൈബർ ക്രൈം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കംബോഡിയ, ലാവോസ്, തായ്ലാന്റ്, ബാങ്കോക്ക്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ചൈനീസ് പൗരന്മാർ നിയന്ത്രിക്കുന്ന ധാരാളം സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ വ്യാപകമായി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം രാജ്യങ്ങളിൽ ജോലിക്കായി പോകുന്ന യുവാക്കൾ കമ്പനിയുടെ വിശ്വസ്തത ഉറപ്പാക്കണമെന്ന് സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ PD അനൂപ് മോൻ അറിയിച്ചു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടനെ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിലോ cybercrime.government.in എന്ന വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു. D. സൗന്ദര്യ അട്ടപ്പാടി ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ AEO. ക്ലാസ് അധ്യാപകർ പകർന്ന പാഠങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട ആദിവാസി പെൺകുട്ടി ഇനി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി അധ്യാപകർക്ക് മാർഗനിർദ്ദേശം നൽകും. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ AEO ആയി ഷോളയൂർ മട്ടത്തുകാട്ടിലെ D. സൗന്ദര്യ 28 കൊല്ലങ്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ചുമതലയേറ്റു. ST വിഭാഗത്തിൽപ്പെട്ടവർക്കായി PSC സംസ്ഥാന തലത്തിൽ നടത്തിയ ഹെഡ് മാസ്റ്റർ AEO സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ 1ാം റാങ്കുകാരിയായിരുന്നു സൗന്ദര്യ. 2023 സെപ്റ്റംബർ 18 വയനാട്ടിലെ മേപ്പാടി ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപികയായി ആദ്യ നിയമനം ലഭിച്ചു. തുടർന്ന് പൊതുസ്ഥല മാറ്റത്തിൽ AEO ആയി കൊല്ലങ്കോട്ടെത്തി. ഇരുള വിഭാഗത്തിൽപ്പെട്ട സൗന്ദര്യ ഷോളയൂർ മട്ടത്തുകാട് GTH സ്കൂൾ, അഗളി GVHSS എന്നിവിടങ്ങളിലാണ് സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തമിഴ് വിഭാഗത്തിൽ കലാതിലകമായിരുന്നു. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയ സൗന്ദര്യ തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷനിൽ നിന്ന് B.Ed നേടി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ലാബ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിലും പഠനത്തിനനുസരിച്ചുള്ള ജോലി നേടണമെന്ന ചിന്തയിലാണ് PSC സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അപേക്ഷിച്ചത്. അട്ടപ്പാടി അഹാഡ്സിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇക്കോ ക്ലബിന്റെ ഭാഗമായി ലഭിച്ച വ്യക്തിത്വ വികസന നൈപുണ്യ പരിശീലനങ്ങൾ ജീവിതത്തിൽ നിർണായകമായതായി സൗന്ദര്യ പറഞ്ഞു. P. ദുരൈരാജ്, M. ജ്യോതിമണി ദമ്പതികളുടെ മകളാണ്. കോയമ്പത്തൂരിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ വെമ്പല്ലൂർ എരട്ടോട് സ്വദേശി C. സുരേഷാണ് ഭർത്താവ്. ഇടവേള. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി.
കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പാലക്കാട് കാടാങ്കോട് അക്ഷരാനഗറിൽ 6 വയസ്സുകാരന് നേരെ തെരുവുനായ ആക്രമണം. അക്ഷരാനഗർ സ്വദേശി ദീഷിക് ദേവിനാണ് കടിയേറ്റത്. കുട്ടിയുടെ തലയ്ക്കും തോളിനും ചെവിക്കും ഉൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവേറ്റു. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ശാസ്ത്ര പാർക്ക്. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളിൽ ശാസ്ത്ര പഠനം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂൾ ശാസ്ത്ര പാർക്ക് ഒരുങ്ങുന്നു. പാഠഭാഗങ്ങളിലെ ശാസ്ത്ര പരീക്ഷണങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് പഠന വിധേയമാക്കാൻ ഇതിലൂടെ കഴിയും. ആദ്യഘട്ടത്തിൽ ഒരേ സമയം 60-ലേറെ ശാസ്ത്ര പരീക്ഷണം നടത്താൻ കഴിയുന്ന തരത്തിലാണ് ശാസ്ത്ര പാർക്ക് സജ്ജമാക്കുന്നത്. നിലവിൽ സ്കൂൾ ലാബിന്റെ പരിമിതികൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളെ വലിയ തോതിൽ ബാധിക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂൾ അധികൃതർ ശാസ്ത്ര പാർക്ക് എന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. കുട്ടികളിൽ ശാസ്ത്രബോധം സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ശാസ്ത്ര ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അധ്യാപകരുടെയും PTA, SMCയുടെയും നാട്ടുകാരുടെയും മറ്റും നേതൃത്വത്തിൽ സ്വീകരിച്ച 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. സ്കൂളിൽ നടന്ന വിദ്യാരംഗം ജില്ലാ സർഗോത്സവത്തിൽ ഇതിനായുള്ള ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിലെ സയൻസ് അധ്യാപകൻ റഷീദിന്റെ നേതൃത്വത്തിലാണ് ആവശ്യമായ ഉപകരണങ്ങൾ സജ്ജമാക്കിയത്. സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമാക്കാനാണ് ലക്ഷ്യമെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക KT ജലജ, PTA പ്രസിഡന്റ് PP വിനോദ് കുമാർ എന്നിവർ അറിയിച്ചു. സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ജനജാഗ്രത സമിതി. കോട്ടോപാടത്ത് കാട്ടാന ശല്യം നേരിടുന്ന മലയോര പ്രദേശങ്ങളിലെ വനാതിർത്തികളിലെ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ജനജാഗ്രതാ സമിതി യോഗത്തിൽ തീരുമാനം. വന്യമൃഗശല്യം മൂലം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റു ചർച്ച ചെയ്യാനായി പഞ്ചായത്ത് ഹാളിൽ ബുധനാഴ്ച ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ചർച്ചയായത്. പ്രതിരോധ വേലിയുടെ പരിപാലനവും സംരക്ഷണവും ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ തീരുമാനിച്ചു. സൗരോർജ്ജ തൂക്കുവേലിയിലേക്ക് അടിക്കാട് വളരാതിരിക്കാൻ ഇതിനു താഴെ കല്ലുകൾ നിരത്തിവെച്ച് സംരക്ഷിക്കും. ഇതിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര പറഞ്ഞു. പ്രതിരോധ വേലിയുടെ പരിപാലനത്തിനായി വാർഡ് പ്രതിനിധി, വനപാലകർ, കർഷകർ എന്നിവരടങ്ങുന്ന കൂട്ടായ്മ നിലവിലുണ്ട്. ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ 9 കിലോമീറ്ററോളം ദൂരത്ത് സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചിട്ടുണ്ട്. തൂക്കുവേലിയും വനപാലകരുടെ നിരന്തര ഇടപെടലുമുള്ളതിനാൽ വന്യമൃഗശല്യം കുറഞ്ഞു വരുന്നതായി യോഗം വിലയിരുത്തി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. LKG മുതൽ ഒരുമിച്ച് പഠിച്ചു, സർക്കാർ ജോലിയിലും ഒരുമിച്ച്.
LKG മുതൽ ഒന്നിച്ചു പഠിച്ച കളിക്കൂട്ടുകാരികൾ സർക്കാർ ജോലിയിലും ഒന്നിച്ച്. മുതലമട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായി എത്തിയ ആലപ്പുഴ കൈനകരി കൂട്ടമംഗലം ശ്രീഭവനിൽ M. അമീഷയും പുത്തൻകളത്തിൽ വർഷ പ്രദീപുമാണ് പഠനത്തിലും ജോലിയിലും വേർപിരിയാതെ തുടർന്നത്. പമ്പയാറിന്റെ ഇരുകരകളിലായാണ് അമീഷയുടെയും വർഷയുടെയും വീടുകൾ. LKG മുതൽ 10ാം തരം വരെ കൈനകരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂളിൽ A ഡിവിഷനിൽ ഒരേ ബെഞ്ചിലിരുന്നായിരുന്നു പഠനം. SLC ഫലം വന്നപ്പോൾ ഇരുവർക്കും 80% മുകളിൽ മാർക്ക്. 2014 +2 അപേക്ഷ ഒരുമിച്ച് അയച്ചെങ്കിലും അമീഷയ്ക്ക് ആലപ്പുഴ SDV ഹയർ സെക്കൻഡറി സ്കൂളിലും വർഷയ്ക്ക് കുട്ടമംഗലം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് കിട്ടിയത്. സ്കൂൾ മാറിയതിന്റെ വിഷമം തീർക്കാൻ എല്ലാ ശനിയും ഞായറും ഇരുവരും ഏതെങ്കിലും ഒരു വീട്ടിൽ ഒത്തുകൂടും. +2 ഇരുവർക്കും 85% മാർക്ക്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന വർഷയുടെ അച്ഛൻ പ്രദീപ് ഇവർക്ക് വീണ്ടും ഒരുമിച്ച് പഠിക്കാൻ അവസരമൊരുക്കി. അങ്ങനെ ഇരുവരും ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാൻ അമ്പലപ്പുഴ കരൂർ AES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസിൽ എത്തി. 2 വർഷത്തെ പഠനത്തിന് ശേഷം 2018 ഫലം വന്നപ്പോൾ ഇരുവർക്കും 1ാം ക്ലാസ്. അതിനിടെ പാലക്കാട് ജില്ലയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കായി PSC അപേക്ഷ ക്ഷണിച്ചു. കോവിഡ് ഭീതി തുടങ്ങിയ കാലത്ത് 2020 ജനുവരി 12 പരീക്ഷ. ഫലം വന്നപ്പോൾ വർഷയ്ക്ക് റാങ്ക് 28, അമീഷയ്ക്ക് 33. നിയമ ഉത്തരവ് വന്നപ്പോൾ ആഗ്രഹം പോലെ ഇരുവർക്കും കിട്ടിയത് മുതലമട കുടുംബാരോഗ്യ കേന്ദ്രം. ഇനി ആരോഗ്യം. മുഷിഞ്ഞു കഴിഞ്ഞാലാണ് കിടക്കയിലെ ബെഡ്ഷീറ്റ് മാറ്റാൻ സമയമായോ എന്ന് പലപ്പോഴും ആലോചിക്കുന്നത്. ഇത് തികച്ചും അനാരോഗ്യകരമായ പ്രവണതയാണ്. ശരാശരി 6 മുതൽ 10 മണിക്കൂർ വരെ ഒരാൾ കിടക്ക ഉപയോഗിക്കുന്നുണ്ട്. അതിനിടെ നമ്മുടെ ശരീരസ്രവം, എണ്ണമെഴുക്ക്, രോമങ്ങൾ, ബാക്ടീരിയ തുടങ്ങിയ അദൃശ്യമായ പലതരം കാര്യങ്ങൾ ബെഡ്ഷീറ്റിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇവയിൽ നിന്നൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. കൂടാതെ കിടക്കയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലക്കാരാണെങ്കിൽ ഭക്ഷണത്തിന്റെ കറയും ബെഡ്ഷീറ്റിൽ പഠിച്ചെന്ന് വരാം. ന്യൂമോണിയ, ഗൊണേറിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ബാക്ടീരിയ ഉയർത്തുന്നു. ഷീറ്റുകളുടെ ദീർഘകാല ഉപയോഗം പ്രതിരോധ ശേഷി കുറയ്ക്കുകയും കാലാവസ്ഥജന്യ രോഗങ്ങളോ അണുബാധകളോ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അഴുക്കുപിടിച്ച ഷീറ്റുകളിൽ ന്യൂമോണിയ, ഗൊണോറിയ, അപ്പൻഡിസൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയോഡുകൾ തങ്ങി നിൽക്കുന്നതായി മൈക്രോസ്കോപ്പ് പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ബാക്ടീരിയോയിഡുകളും ഫ്യൂസോബാക്ടീരിയയും അടങ്ങിയിട്ടുണ്ട്. ഇത് വിവിധ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും. എത്ര വൃത്തിയുള്ളതാണെങ്കിലും ഓരോ ആഴ്ചയിലും ബെഡ്ഷീറ്റ് നിർബന്ധമായും കഴുകണം. നമ്മുടെ ശരീരത്തിൽ പ്രതിദിനം 40,000 മൃതകോശങ്ങൾ പുറന്തള്ളുന്നുണ്ട്. അതിൽ ധാരാളം ചീത്ത ബാക്ടീരിയകളും അടങ്ങിയിരിക്കാം. ഇത് നമ്മുടെ ആരോഗ്യത്തെയും പ്രത്യേകിച്ച് ഉറക്കത്തെയും ദോഷകരമായി ബാധിക്കും. രക്തം, കാപ്പി പോലുള്ള കടുത്ത കറകൾ നീക്കം ചെയ്യാനായി ബെഡ്ഷീറ്റ് വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുമ്പ് തലേന്ന് സ്റ്റെയിൻ റിമൂവറിൽ മുക്കി വെക്കുന്നത് നല്ലതാണ്. കടുത്ത കറകൾ നീക്കം ചെയ്യാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സമിതി അംഗം CK രാജേന്ദ്രൻ. സർക്കാരിന്റെ തെറ്റായ നയത്തിനേറ്റ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് VT ബൽറാം. വഴിയോര കച്ചവട തൊഴിലാളി നിയമം സമഗ്രമായി നടപ്പിലാക്കണമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ. അതിജീവിതർക്ക് ആശ്വാസവുമായി വിശ്വാസ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.